ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അക്കൗണ്ട്സ് പ്രാക്ടിക്കൽ എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഞാനിവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് പ്രാക്ടിക്കൽ നോളജാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും തിയറി നോളജ് കാണും, അക്കൗണ്ട്സിൽ തിയറി നോളജ് കാണും, പക്ഷേ പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങളൊരു +2 കഴിഞ്ഞവരോ ഡിഗ്രി കഴിഞ്ഞവരോ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്കിന്ന് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സിലേക്ക് കടക്കാം. അതായത് അക്കൗണ്ടിങ് ടേംസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കൊമേഴ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യം. ഇതറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സിലെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് അക്കൗണ്ടിങ് ടേം അല്ലെങ്കിൽ എന്തായിട്ടാണ് ക്ലാസിഫൈ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എന്തിൻ്റെ ബേസിൽ എടുക്കണം എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പർച്ചേസ് നടത്തുന്നത് ഒരു അസറ്റാണോ അല്ലെങ്കിൽ ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ടേംസിലേക്ക് കടക്കാം. അക്കൗണ്ടിങ് ടേംസിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം: ആലിസ്. അപ്പോൾ എ എന്ന് പറയുന്നത് അസറ്റ്, എൽ എന്ന് പറയുന്നത് ലയബിലിറ്റി, ഐ എന്ന് പറയുന്നത് ഇൻകം, സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ, ഇ എന്ന് പറയുന്നത് എക്സ്പെൻസ്. ഈ 5 കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഘടകങ്ങളാണ് അക്കൗണ്ടിങ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ എല്ലാവിധ ട്രാൻസാക്ഷൻസും ഈ 5 അക്കൗണ്ടിങ് ടേമിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഇതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ബേസിക്സ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ ഞാനൊരു ബിസിനസ് ഓണറാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. ഞാനൊരു 5 ലക്ഷം രൂപയും കൂടെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോവുക ബിസിനസ് നടത്താനായിട്ട്. അപ്പോൾ +5 lakh ഇത് വെച്ച് ഞാനൊരു ബിസിനസ് തുടങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ബിസിനസ് വേറെ, ഓണർ വേറെ. ബിസിനസ്സും ഓണറും രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 10 ലക്ഷം രൂപയാണ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ 10 ലക്ഷം രൂപയുണ്ട്. ഇനി ബിസിനസ്സാണ് തീരുമാനിക്കുന്നത് ഈ 10 ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ബിസിനസ്സിൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എന്തായിട്ട് മാറി? അസറ്റായിട്ട് മാറി. ബിസിനസ്സിൻ്റെ നമ്മുടെ ഫസ്റ്റ് വൺ അസറ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെന്താണ്? ഒരു ബിൽഡിംഗ് വേണം. അപ്പോൾ ബിസിനസ് ഒരു 8 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് വാങ്ങി. ബാക്കി 1 ലക്ഷം രൂപയ്ക്ക് ഒരു വെഹിക്കിൾ വാങ്ങി. ബാക്കി വരുന്ന 1 ലക്ഷം രൂപയ്ക്ക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് അതേഴ്സ്, ബിസിനസ്സിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ബിസിനസ് വാങ്ങി. അപ്പോൾ നമുക്കിവിടെ പറയാം, ഈ 10 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ബിസിനസ്സിൻ്റെ എന്തായിട്ട് മാറി? അസറ്റായിട്ട് മാറി. 10 ലക്ഷം രൂപ അസറ്റായിട്ട് ബിസിനസ്സിലേക്ക്. അപ്പോൾ ഈ പറഞ്ഞ 10 ലക്ഷം രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ ബിസിനസ് നടത്താനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിൻ്റെ അസറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ നമുക്ക് നോക്കാം, 10 ലക്ഷം രൂപ വന്നു. അപ്പോൾ ഈ 10 ലക്ഷം രൂപ ബിസിനസ് തിരിച്ചു കൊടുക്കണം അല്ലേ? ബിസിനസ്സിൻ്റെ സ്വന്തം പൈസയാണോ? അല്ല. ബിസിനസ് ആർക്ക് കൊടുക്കണം? ഓണറിന് കൊടുക്കണം.
അതുപോലെ തന്നെ വേറെ ആർക്ക് കൊടുക്കണം? ബാങ്കിനും കൊടുക്കണം. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓണറും ബാങ്കും എന്തായിട്ട് മാറും? ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇത് വന്നു ലയബിലിറ്റി. അതായത് ബിസിനസ്സിന് കിട്ടിയ 10 ലക്ഷം രൂപ ഓണർക്കും ബാങ്കിനും തിരിച്ചു കൊടുക്കണം. 5 ലക്ഷം രൂപ ഓണറുടെയാണ്, 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ്. അപ്പോൾ ബിസിനസ്സിന് ഒരു ലയബിലിറ്റി വന്നു കഴിഞ്ഞു. അപ്പോൾ ലയബിലിറ്റി നമുക്ക് മനസ്സിലായി. അടുത്തത് ഇൻകം. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസവും നമുക്ക് സെയിൽ നടക്കാൻ തുടങ്ങി. കസ്റ്റമർ നമുക്ക് പൈസ തരും. ആ പൈസയാണ് നമുക്ക് ഇൻകം എന്ന് പറയും. അതെന്താണ്? സെയിൽ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, ബിസിനസ്സിലേക്ക് വരുന്ന എമൗണ്ടിനെ നമുക്ക് ഇൻകം ആയിട്ട് കണക്കാക്കാം. ഈ സെയിൽ നടക്കുമ്പോൾ കിട്ടുന്നത് മാത്രമല്ല ഇൻകം. ഇപ്പോൾ സപ്പോസ് 8 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞു. ഈ 8 ലക്ഷം രൂപയുടെ ബിൽഡിങ്ങിന് 3 ഫ്ലോർ ആണുള്ളത്. അപ്പോൾ 3 ഫ്ലോർ, ഈ 3 ഫ്ലോറിൽ ഈ 2 ഫ്ലോറിലാണ് ബിസിനസ് നടക്കുന്നത്. ഇത് വേക്കൻ്റ് ആണ്. ഇത് വേക്കൻ്റ് ആയിട്ട് കിടന്നതുകൊണ്ട് ബിസിനസ് ഇത് റെൻറ്റിന് കൊടുത്തു. ഈ ഒരു പോർഷൻ റെൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു റെൻറ്റ് കിട്ടും. അപ്പോൾ ഈ റെൻറ്റ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമായിട്ട് മാറും. അപ്പോൾ സെയിൽ നടക്കുമ്പോൾ മാത്രം കിട്ടുന്ന എമൗണ്ട് അല്ല ഇൻകം, നമുക്ക് അല്ലാതെ കിട്ടുന്നതും ഈ റെൻറ്റും ഒരു ഇൻകമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ബാങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്. അതുപോലെ തന്നെ കമ്മീഷൻ, മറ്റൊരാൾക്ക് വേണ്ടി സെയിൽ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന സെയിൽസ് കമ്മീഷൻ, അല്ലാതെയുള്ള കമ്മീഷൻ, അതുപോലെ അഡ്വാൻസ്, ഇതൊക്കെ നമുക്കൊരു ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാം. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഇൻകമാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെയും പറഞ്ഞു. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓണർ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ ഓണർ എന്ന് പറയുന്നത് ഞാനാണ് അവിടെ 5 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. അപ്പോൾ ഈ 5 ലക്ഷത്തെ ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കാം. അതായത് ഓണറും ബിസിനസ്സും രണ്ടും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആണ്, അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് പേരാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് ഈ 5 ലക്ഷം രൂപയുള്ളൂ. കാരണം ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തരും, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു 5 ലക്ഷം രൂപയും കൂടെ ഉണ്ടല്ലോ? ഈ 5 ലക്ഷം രൂപ ക്യാപിറ്റൽ അല്ല, കാരണം നമ്മൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങിയതാണ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, ഓണറിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റലായിട്ട് കണക്ക് കൂട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടു, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെൻസ്. ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് ചിലവുകളുണ്ട്. ഇപ്പോൾ ബിൽഡിങ് നമ്മൾ വർഷാവർഷം മെയിൻ്റെനൻസ് ചെയ്യണം. അതിന് വെച്ച് ഇലക്ട്രിസിറ്റി വേണം, വെള്ളം വേണം, സ്റ്റാഫിന് സാലറി കൊടുക്കണം, സാധനം വാങ്ങണം. അത് പിന്നെ വരുന്നു വെഹിക്കിൾ മെയിൻ്റെനൻസ് വേണം, ഡെയിലി പെട്രോൾ അടിക്കണം, ഡ്രൈവർക്ക് സാലറി കൊടുക്കണം. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ ബിസിനസ്സിലുള്ള ഫാന്, ചെയർ, അതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സിന് മെയിൻ്റെനൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ബിസിനസ് നടന്നു പോകാനായിട്ട് വരുന്ന ചിലവുകൾ, ബിസിനസ് നടന്നു പോകാൻ ബിസിനസ് മുടക്കുന്ന ഒരു തുക, അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കണക്ക് ആക്കുന്നത്. അപ്പോൾ നമ്മൾ 5 പോയിന്റ്സും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആലീസ്, ഈ പറയുന്നതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ടേംസ്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ വരുന്ന ക്ലാസ്സുകളിലും അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് കയറുമ്പോഴും നമുക്ക് ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ പോസ്റ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.